ചെറിയൊരു ഇൻഫർമേഷൻ ആണ്, ആവശ്യമുള്ള ആൾക്കാർ കണ്ടോളൂ. എല്ലാവർക്കും SPR കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി, കുവൈത്തിൽ നിന്നും. ഇന്ന് എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്ന് റിന്യൂവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ബാങ്ക് കാർഡോ അതുപോലെ തന്നെ മൊബൈലിൽ സഹേൽ ആപ്പ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ആ ഡ്രൈവിംഗ് ലൈസൻസ് സഹേൽ ആപ്പ് വഴി തന്നെ നമുക്ക് റിന്യൂവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് പുതിയതൊന്നും അല്ല കേട്ടോ, ഇത് കുറേ കാലമായി ഇറങ്ങിയിട്ട്. അപ്പൊ എനിക്കൊന്ന് റിന്യൂവൽ ചെയ്യാനുണ്ട്, അപ്പൊ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു, ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് കാർഡായിട്ട് കിട്ടുന്നുണ്ടോ എന്ന്. നിലവിൽ ഇവിടെ കാർഡായിട്ടൊന്നും കൊടുക്കുന്നില്ല, 18ാം നമ്പറിനും കൊടുക്കുന്നില്ല, 20ാം നമ്പറിനും കൊടുക്കുന്നില്ല. എല്ലാവർക്കും ഡിജിറ്റലാണ്, മൊബൈൽ ID-യിലാണ് ഡ്രൈവിംഗ് ലൈസൻസ്. പരിശോധന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചാൽ മതി. നമുക്ക് നേരെ ഒന്നത് റിന്യൂവൽ ചെയ്താലോ. അപ്പോൾ നേരെ സഹേൽ ഓപ്പൺ ചെയ്യുക. സഹേൽ ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ ഏറ്റവും താഴെ ഇടത്തുനിന്ന് വലത്തോട്ട് സർവീസ് എന്നുള്ള ഒരു ഓപ്ഷൻ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഒരു പോലീസിൻ്റെ ലോഗോ വെച്ചിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിലേറ്റവും താഴെ നമുക്ക് കാണാം ട്രാഫിക് സർവീസ്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് അതിൽ കാണാം ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഏറ്റവും മുകളിൽ നമുക്ക് കാണാം അപ്ലൈ റിക്വസ്റ്റ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്കതിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഫോട്ടോ ചേഞ്ച് ആക്കണമെങ്കിൽ ആ താഴെയുള്ള ഫോട്ടോത്തിൻ്റെ ഇതിൽ കൊടുത്തിട്ട് ഫോട്ടോ ചേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ മുകളിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നെക്സ്റ്റ് ഒന്ന് അടിക്കാം. നെക്സ്റ്റ് അടിച്ചിട്ടായിട്ടാകുമ്പോൾ നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ ബാങ്ക് കാർഡ് വെച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഹെവി ആയതുകൊണ്ട് 20 ദിനാറാണ് കാണിക്കുന്നുള്ളത്, അല്ലെങ്കിൽ ലൈറ്റ് ലൈസൻസിങ് 1 ദിനാറായിരിക്കും കാണിക്കുന്നുള്ളത്. അപ്പോൾ പേയ്മെൻറ്റൊക്കെ കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഓക്കെ അടിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇത് റിന്യൂവലായിട്ട് കിട്ടും. ഇതിപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇവിടെ തന്നെ നമുക്ക് റിന്യൂവലായതിൻ്റെ കോപ്പി നമുക്കവിടെ കാണിക്കും. വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ നേരെ പോയിട്ട് നമ്മളെ മൊബൈൽ ID ഒന്ന് ഓപ്പൺ ചെയ്യണം. ഇതിപ്പോൾ ലൈസൻസ് റിന്യൂവലായിട്ട് ഇവിടെ കാണിക്കുന്നുള്ളതാണ്. മൊബൈൽ ID ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് റീഫ്രഷ് അടിച്ചു കൊടുക്കണം. ഏറ്റവും മുകളിൽ കാണാം വലത്തുനിന്ന് അടുത്തോട്ട് രണ്ടാമത്തത് റീഫ്രഷ്. അത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവലായിട്ട് നമ്മുടെ ID-യിൽ കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നാണോ തീരുന്നത് അതിൻ്റെ 1-2 ദിവസം മുമ്പ് റിന്യൂവൽ ചെയ്താൽ മതി. ഇത് പറയാൻ വേണ്ട കാരണം നമുക്കിപ്പോൾ 1 മാസമൊക്കെ ഡേറ്റ് ഉണ്ടെങ്കിൽ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എന്ന് മുതലാണോ റിന്യൂവൽ ചെയ്യുന്നത് അന്ന് മുതലായിരിക്കും നമുക്ക് വാലിഡിറ്റി സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ നമുക്ക് ദിവസങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തീരുന്നതിന് 1-2 ദിവസം മുമ്പ് റിന്യൂവൽ ചെയ്താൽ മതി. സുഹൃത്തുക്കളെ കണ്ടല്ലോ, വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഇപ്പോൾ സഹേലൊക്കെ ഇംഗ്ലീഷിൽ വന്നതിന് ശേഷം നമുക്ക് തന്നെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായിരുന്നു എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.